ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നത് മൈദ. ഇത് 250 ml കപ്പാണ്. ഇതിൽ 1.5 കപ്പ് മൈദ നമുക്ക് എടുക്കാം. 1 കപ്പ് മൈദപ്പൊടി ഇട്ടു. ഇത് ഇനി 1/2 കപ്പ് മൈദ കൂടെ ഇടാം. റെഡ് വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് ഇതിനൊരു കളറിന് വേണ്ടി നമ്മൾ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് വേണ്ടത് 1 നുള്ള ഉപ്പ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു 3 പ്രാവശ്യം നന്നായിട്ട് ഇടഞ്ഞെടുക്കാം. ഇത് നമ്മൾ 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുത്തു. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ ഒരു 4 മുട്ട ഒന്ന് അടിച്ചെടുക്കാം. 4 മുട്ട നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇത് നമ്മൾ 1.25 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അത് നമുക്ക് മുട്ട അടിച്ചെടുത്തതിലേക്ക് നമുക്കിതങ്ങോട്ട് ഇടാം. പഞ്ചസാര ഇട്ടു. ഇത് 50 ഗ്രാം ബട്ടറാണ്. ബട്ടർ നമ്മൾ ഇതിലേക്ക് ഇടാം. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈര്. ഇതെല്ലാം തണുപ്പില്ലാത്തതാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇതുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ അടിച്ചെടുത്തു. കണ്ടില്ലേ, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് 3/4 കപ്പ് ഓയിലാണ്. അതുകൂടി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു. ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. ഇനി ഇത് നമുക്കൊരു വെള്ളമായി ഒന്നും ഇല്ലാത്ത ബൗളിലേക്ക് നമ്മൾ ഈ മിക്സിയിൽ അടിച്ചത് ഒഴിക്കാം. ഇനി നമ്മൾ നമ്മുടെ മൈദ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് എടുത്ത് ഇതിലിടാം. കുറച്ചിങ്ങനെ ഇട്ടിട്ട് കുറച്ചിങ്ങനെ നമുക്ക് ഇങ്ങനെ വളരെ പതുക്കെ ഇങ്ങനെ വേണം. ഇങ്ങനെ വളരെ പതുക്കെ നമുക്കിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതേപോലെ കുറച്ചുകൂടി ഇടാം. ഇങ്ങനെ കുറച്ച് ഇട്ടിട്ട് വേണം നമുക്ക് എടുക്കാം. ഇങ്ങനെ പതുക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഇതുണ്ടോ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. കണ്ടില്ലേ? ഇങ്ങനെ വരുന്നതിന് റിബൺ കൺസിസ്റ്റൻസി എന്നാണ് പറയുന്നത്. കണ്ടില്ലേ? ഇങ്ങനെയാണ് വരേണ്ടത്. ഇനി നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കാണല്ലോ, അതിന് നമ്മൾ ഒരു 4 തുള്ളി റെഡ് കളറ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കളറാണ്. നമ്മളെപ്പോഴും കേക്കിനൊക്കെ ചേർക്കുമ്പോൾ അങ്ങനെ നോക്കി വേണം ചേർക്കാൻ. നമുക്കിതൊരു 4 തുള്ളിയാണ് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇതുണ്ടോ, നമ്മൾ റെഡ് കളറ് ചേർത്തു. കണ്ടില്ലേ? നമ്മുടെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്കിതിൽ ഒരു കാര്യം കൂടെ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പൊക്കെ റെഡിയാണ്. 10 മിനിറ്റായിട്ട് അത് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണിത്. 1 ടീസ്പൂൺ വിനെഗറാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഓക്കെ, ഇത് നമ്മുടെ വിനെഗറും കൂടെ ഒഴിച്ചിട്ട് റെഡിയായി. ഇത് നമ്മുടെ കേക്ക് ട്രേ. അടിയിൽ എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ കേക്കിൻ്റെ കൂട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം.
ഇത് നമുക്ക് ഇങ്ങനെയൊന്ന് തട്ടിയിട്ട് എയർ ബബിൾസ് കളയാം. ഒരു 3-4 പ്രാവശ്യം ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് കേക്ക് എടുത്ത് വെക്കാം. ഓവൻ സെറ്റപ്പ് ഇപ്പോൾ പ്രീ ഹീറ്റായി. ഒരു 10 മിനിറ്റായി ഇത് വെച്ചിട്ട്. നമ്മുടെ കേക്ക് കൈയൊന്നും കൊള്ളാതെ അതിലേക്ക് എടുത്ത് വെച്ചു. ഇനി നമുക്ക് അടച്ച് വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ കേക്കൊന്ന് തുറന്ന് നോക്കാം. റെഡിയായോ എന്ന് നോക്കാം. ഹായ്, കണ്ടില്ലേ? കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു, കണ്ടില്ലേ? നമുക്കൊന്ന് കുത്തി നോക്കാം. ഇതാ, ഇവിടെ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. കറക്റ്റ് വേവായിട്ടുണ്ട്. നമുക്കിതിനെ എടുക്കാം. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം കേക്ക് എടുത്ത് മാറ്റി വെക്കാം. കേക്കിന് നമുക്കൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് 4 ടീസ്പൂൺ പഞ്ചസാര എടുക്കാം. കുറച്ച് വെള്ളം നമുക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം വേണം നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ചൂട് പോയതിന് ശേഷം നമുക്ക് എടുക്കാം. റെഡ് വെൽവെറ്റ് കേക്കിന് ക്രീം ചീസ് ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മളിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലെടുത്തു. അത് നല്ല കൊഴുപ്പുള്ള പാലാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. പാലിതാ നന്നായിട്ട് തിളച്ച് വന്നു, കണ്ടില്ലേ? നന്നായിട്ട് തിളച്ച് വന്നു. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇത് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതാണ്. ഇതിന്ന് കുറച്ച് നമുക്കിതിലേക്ക് ഒഴിക്കാം. കണ്ടില്ലേ? പിരിഞ്ഞ് വരുന്നുണ്ട്, കണ്ടില്ലേ? കണ്ടില്ലേ? ഈ സമയത്ത് നമുക്ക് ബാക്കി നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് പിരിഞ്ഞ് കിട്ടട്ടെ. കണ്ടില്ലേ? നന്നായിട്ട് വന്നു, കണ്ടില്ലേ? അപ്പോൾ കറക്റ്റായിട്ട് അത് പാല് പിരിഞ്ഞ് വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് സ്റ്റൗ ഓഫാക്കാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ ഒരു സ്ട്രെയിനറിലേക്ക് നമുക്ക് ഇതിങ്ങോട്ടും ഇങ്ങനെ ഒഴിക്കാം. എല്ലാം നമുക്കിതുപോലെ ഒഴിച്ചെടുക്കാം. നമ്മളെല്ലാം തന്നെ ഇതായി സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു. ഇനി ഇതൊന്ന് ചൂട് പോട്ടെ. അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂട് പോയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ചൂട് പോയിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ക്രീം ചീസ് നന്നായി, കണ്ടോ? നല്ല ക്രീം ചീസായിട്ട് നമ്മൾ ഇത് ഒന്ന് അരച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ വാനില എസൻസാണ്. അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ടിത് എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട്, മിക്സിയുടെ ജാറിൽ തന്നെയല്ലേ, ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ക്രീം ചീസ് റെഡിയായി. നമ്മളതൊരു ബൗളിലേക്ക് മാറ്റി. നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിന് ക്രീം വേണമല്ലോ. അതിനായിട്ട് വിപ്പിംഗ് ക്രീം നമുക്ക് 2 കപ്പ് എടുക്കാം. ഇത് 1 കപ്പ് ഒഴിച്ചു. ഇനി 1 കപ്പ് കൂടെ നമുക്ക് ഒഴിക്കാം.
രണ്ടാമത്തെ കപ്പൂടെ ഒഴിച്ചു. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഈ വിസ്ക് ഉപയോഗിച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഈ വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇങ്ങനെ അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ ലൂസാണ് കണ്ടോ. ഇനി അടിച്ചത് കട്ടയാക്കാം. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് വരാം. വിപ്പിംഗ് ക്രീം നമ്മളിത് അടിച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നല്ല കട്ടയാക്കി കണ്ടില്ലേ. നമ്മളുണ്ടാക്കിയ ക്രീം ചീസ് അത് നമ്മൾ ഇതിലിടാനാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തത്. ഇതിലേക്ക് ഇടാം. ഒരു 2 സ്പൂൺ ഇടാം. ഇതിടുമ്പോൾ നമ്മുടെ ക്രീമിന് നല്ല ടേസ്റ്റാണ്. അതിനാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി നമ്മളിങ്ങനെ വിസ്ക് കൊണ്ട് അടിക്കണ്ട. ഇതുകൊണ്ട് പതുക്കെ നമുക്കിങ്ങനെ ഒന്ന് യോജിപ്പിക്കാം. പതുക്കെ യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ കേക്ക് ചൂട് പോയി കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കത്തി ഉപയോഗിച്ച് കേക്കിൻ്റെ 4 സൈഡും ഇങ്ങനെയൊന്ന് വിടിയിക്കാം. നമുക്ക് 4 സൈഡും ചെയ്യാം. ഇപ്പോൾ 4 വശവും നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് വിടിയിച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ പിടിച്ചിട്ട് കയ്യിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടാം. നമുക്കെടുക്കാം. പതുക്കെ ഇങ്ങനെ തട്ടിയതിന് ശേഷം ഇങ്ങനെ നോക്കാം. പതുക്കെ ഇങ്ങനെ പൊക്കാം. ഇത് നമ്മുടെ കേക്ക് കണ്ടില്ലേ, അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമ്മൾ പതുക്കെ നമ്മുടെ ബട്ടർ പേപ്പർ അങ്ങോട്ട് മാറ്റാം. ഇതാ കണ്ടില്ലേ, അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഇവിടെയെല്ലാം. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ വയ്ക്കാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ഇതിനെ നമുക്കിങ്ങനെ 3 ആക്കിയിട്ട് മുറിച്ചെടുക്കാം. ആദ്യം ഇങ്ങനെ റൗണ്ടിൽ കത്തി കൊണ്ട് മുറിക്കാം. പിന്നെ ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ ഇതിനെ ഒരു 3 പീസാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഇത് 3 ആക്കി മുറിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം കണ്ട് കുറച്ച് ഇങ്ങനെ ഒന്ന് പൊങ്ങിയിട്ടുണ്ട്. കുറച്ച് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒപ്പമാക്കാം. ഇത് നമുക്കൊരാവശ്യമുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. ഒന്നുകൂടി ഒന്ന് ഷേപ്പാക്കാം. ഇനി ഇത് നമുക്ക് 3 കട്ട് ചെയ്യാം. നമ്മൾ ഈ മുകൾ ഭാഗം മുറിച്ചെടുത്തില്ലേ, ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ചെടുക്കാം. ഇത് കണ്ടോ, നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് മുറിച്ചെടുത്തു. കണ്ടില്ലേ കേക്ക് എന്ത് ഭംഗിയായിരിക്കുന്നു കണ്ടോ, നല്ല സോഫ്റ്റ്. ഇത് നമുക്ക് ആ ഒരു പീസ് ഇങ്ങോട്ട് വയ്ക്കാം. ഇനി ഇതിനെ ഇതേപോലെ 2 പീസാക്കാം. നമ്മുടെ രണ്ടാമത്തെ ലെയറും കണ്ടില്ലേ ഒരു പ്ലേറ്റിലേക്ക് വെച്ചു. ഇത് 3-മത്തെ. അപ്പോൾ 3 ലെയറാക്കി നമ്മൾ. കേക്കിൻ്റെ പീസ് കൈകൊണ്ട് പൊടിച്ചില്ലേ നമ്മൾ, അത് നമ്മൾ ഒരു ചീനിച്ചട്ടിയിലേക്ക് ഇടണം. ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നമ്മുടെ ഷുഗർ സിറപ്പ് ചൂട് പോയി. ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ 3 പീസിലും നമ്മളിങ്ങനെ ഇത് കുറച്ച് ഒഴിക്കാം.
നല്ല സോഫ്റ്റ് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മൂന്ന് പീസിലും ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ക്രീം തേക്കാം. ഇപ്പോൾ നമ്മുടെ 3 പീസിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. ഇതേപോലെയുള്ള ഒരു ഇത് വെച്ചു. ഇനി നമ്മൾ അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ചു. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് നമുക്ക് നടുവിലൊന്ന് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ അനങ്ങാതെ സെറ്റായിരുന്നുള്ളൂ അതിൻ്റെ മുകളിൽ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു പീസ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. ഒരു പീസ് കേക്ക് ഇങ്ങനെ വെച്ചു. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിലേക്ക് തേക്കാം. വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ക്രീം ചീസ് തേച്ചത് കൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ കേക്ക്. കുറച്ചുകൂടെ എടുക്കാം. നമുക്ക് അടുത്ത പീസ് കേക്ക് എടുക്കാം. കറക്റ്റ് പൊസിഷനിൽ വയ്ക്കണം. ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ വെക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഇതേപോലെ തേക്കാം. നന്നായിട്ട് ഇതേപോലെ തന്നെ തേക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് പീസ് അതുകൂടെ നമുക്ക് എടുത്ത് വെക്കാം. കറക്റ്റ് പൊസിഷനിൽ എടുത്ത് വയ്ക്കണം. ഇനി നമുക്ക് മുകളിലേക്ക് ക്രീം തേക്കാം. താഴെ ഇതിങ്ങനെ കറക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കോളും. കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം എടുക്കാം. എല്ലാവരുടെയും കറക്റ്റായിട്ട് നമുക്കിതിങ്ങനെ കറക്കി കറക്കി ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇത് നമ്മുടെ കേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കണ്ടില്ലേ റെഡിയാക്കി. ഇത് നമ്മൾ അതിൽ നിന്ന് പൊടിച്ചെടുത്തിട്ട് വറുത്ത് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തല്ലോ, അതാണ്. അത് നമ്മളിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടുകയാണ്. കണ്ടില്ലേ? ഇനി നമുക്ക് സൈഡിലൊക്കെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് വളരെ ടേസ്റ്റിയും കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തു. നമ്മളതിൽ ചീസ് ക്രീമും കൂടെ ചെയ്ത്
നമ്മുടെ വിപ്പിംഗ് ക്രീമിനോട് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ ടേസ്റ്റാണിത്. നമുക്ക് എല്ലാ ഭാഗവും ഇങ്ങനെ ഒന്ന് കവർ ചെയ്യാം. നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് റെഡിയായി. കണ്ടില്ലേ എത്ര ഭംഗിയായിരിക്കണമെന്ന്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റും അറിയിക്കണം. നമ്മുടെ കേക്ക് നമുക്ക് കട്ട് ചെയ്യാം. കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അമ്മ ഉണ്ടാക്കിയ റെഡ് വെൽവെറ്റ് കേക്ക് ടേസ്റ്റ് ചെയ്യാം. എനിക്ക് കാണാൻ തന്നെ എന്താ ഭംഗി. വാവ്, നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. നല്ല സ്വാദാണ്. റെഡ് വെൽവെറ്റ് കേക്ക് ബാക്കി കേക്കുകളെ പോലെ അല്ലാന്ന് നമുക്കറിയാം. അത്രയും സ്വാദുള്ളൊരു കേക്കാണ്. പിന്നെ ചീസ് ക്രീം വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ മിക്സ് ചെയ്തത് കാരണം നല്ല സ്വാദാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. അത് നല്ലൊരു എന്താ പറയുക, വായിൽ മെൽട്ടായി പോകുന്ന ഒരു കേക്കാണ് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഇവിടെ റോസ്റ്റ് ചെയ്തിട്ട നമ്മുടെ ക്രംസ് എല്ലാം വരുമ്പോൾ എന്ത് രുചിയാണെന്നോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ലൊരു ഡെസേർട്ട് തന്നെയാണിത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.